ഹായ് ഫ്രണ്ട്സ്, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ആദ്യകാല മനുഷ്യജീവിതം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഇപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രാചീന കാലം എന്നുള്ളതൊന്നും LDC LGS പോലുള്ള സിലബസിൽ നോർമലി ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നവർ ഈ ചാപ്റ്റർ എന്ത് ചെയ്യേണ്ട, ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ LP UP അല്ലെങ്കിൽ കേട്ടറ്റ് KS അതുപോലുള്ള എക്സാമ്പിൾ നോക്കുമ്പോൾ ചിലതിൻ്റെ സിലബസിൽ പ്രാചീന, പ്രത്യേകിച്ച് KS ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രാചീന ശിലായുഗം, പ്രാചീന കാല ജീവിതമൊക്കെ അതിൽ വരാറുണ്ട്, സിലബസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഓരോ സംസ്കാരങ്ങൾ, മെസൊപ്പൊട്ടോമിയനും അതേപോലെ ഹാരപ്പ സംസ്കാരമൊക്കെ എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം ഈ ചാപ്റ്റർ പഠിക്കാം കേട്ടോ. അപ്പോൾ പ്രാചീന ശിലായുഗം, മധ്യകാല ശിലായുഗം, പിന്നെന്താ നവീന ശിലായുഗം, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ, ഹാരപ്പൻ സംസ്കാരമൊക്കെ പഠിക്കാനുണ്ട് സിലബസിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇതിൽ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചില പ്രാചീന കാല ജീവിതത്തെ പറ്റി നമുക്ക് കിട്ടിയ അറിവുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടിയെന്നുള്ളതിനെ പറ്റി പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോർമലി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ലാസ്കോ എന്നുള്ള സ്ഥലം എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുക. അത് ഫ്രാൻസിലാണ്. ഓക്കെ, ലാസ്കോ എന്നുള്ള സ്ഥലം എവിടെയാണ്? ഫ്രാൻസിൽ. അപ്പോൾ ഫ്രണ്ട്സിനോട് നമ്മൾ നോർമലി ഫ്രണ്ട്സിനോട് പറയുന്നത് ലെറ്റസ് ഗോ എന്നൊക്കെ പറയില്ല, ലെറ്റസ് ഗോ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ ഓർത്ത് വെച്ചാൽ മതി. ലാസ്കോ എന്നുള്ളത് എവിടെയാണ്? ഫ്രാൻസിലെ ഒരു പ്രാചീന ശിലായുഗ ഗുഹാഭിത്തികൾ കാണപ്പെട്ട ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ലാസ്കോ എന്നുള്ള സ്ഥലം എവിടെയാണ്? ഫ്രാൻസിലാണ് വരുന്നത്. നമ്മുടെ പ്രാചീന ശിലായുഗത്തെ പറ്റി അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് എന്താണെന്നുള്ളതൊക്കെയാണ് അടുത്ത പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം, നിങ്ങളുടെ ശിലായുഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ബേസിക് കാര്യങ്ങൾ 5ാം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശില ഉപയോഗിച്ചിരുന്ന കാലങ്ങൾ, കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലങ്ങളാണ് ശിലായുഗങ്ങൾ. അപ്പോൾ അതിലേറ്റവും പ്രാചീനമായ കാലമാണ് ഇത് പ്രാചീന ശിലായുഗം എന്നുള്ളത്. അപ്പോൾ പ്രാചീന ശിലായുഗത്തെ വിവരങ്ങൾ ലഭിച്ച നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബിംബേഡ്ക വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓക്കെ, ബിംബേഡ്ക മധ്യപ്രദേശിലാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ബിംബേഡ്ക ഇന്ത്യയിലെ മധ്യപ്രദേശിലാണ് ബിംബേഡ്ക വരുന്നത്. അതേപോലെ അൾട്ടാമിറ എന്നുള്ള സ്ഥലം വരുന്നത് എവിടെയാണ്? സ്പെയിനിലാണ് അൾട്ടാമിറ എന്നുള്ള സൈറ്റ് കാണപ്പെടുന്നത് പ്രാചീന ശിലായുഗത്തിൻ്റെ. ഇനി പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, എന്തെല്ലാം വിവരങ്ങളാണ് ഇങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നത്? നമുക്ക് ഗുഹാചിത്രങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, അതുപോലെ സംഘമായിട്ട് വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറഞ്ഞിട്ട് പോകുന്നത്. ഇനി പ്രാചീന ശിലായുഗ മനുഷ്യരെ കൂട്ടമായിട്ടാണ് ഇര തേടിയിരുന്നത്. അതേപോലെ അവരിലെ കരുത്തനായിരുന്നു ആ കൂട്ടത്തെ എന്ത് ചെയ്തത്, ആ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ ഇര തേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, അല്ലേ? പിൽക്കാലത്ത് അതെന്തിരുന്നു, സ്ത്രീകൾ അതിൽ നിന്ന് ഒഴിവായി പുരുഷന്മാർ വേട്ടയാടാനോ സ്ത്രീകൾ എന്ത് ചെയ്തായിരുന്നു, കുട്ടികളെ പരിപാലിക്കുക എന്നുള്ള രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് പിൽക്കാലത്ത്. പക്ഷേ പ്രാചീന ശിലായുഗ കാലത്ത് എന്തായിരുന്നു, ഇര തേടലിൽ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ വേട്ടയാടിപ്പിച്ച മൃഗങ്ങളുടെയും അതേപോലെ ചത്ത മൃഗങ്ങളുടെയും മാംസം ഇവർ എന്ത് ചെയ്യുന്നു, ഭക്ഷിച്ചിരുന്നു. ഈ വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അത് പരുക്കൻ ശിലായുധങ്ങളായിരുന്നു. പരുക്കൻ എന്ന് വെച്ചാൽ എന്താ, മിനുസപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുമല്ലേ, ഈ ശിലായുധങ്ങളൊക്കെ നോക്കി പല പരുക്കനായിട്ടുള്ള കല്ലുകളാണ്. അപ്പോൾ ഇങ്ങനെ പരുക്കനായിട്ടുള്ള കല്ലുകൾ ഉപയോഗിച്ചിരുന്ന ആ കാലമാണിത് പ്രാചീന ശിലായുഗം എന്നുള്ളത്. സോ പ്രാചീന ശിലായുഗത്തിൽ നമ്മൾ ഓർത്തോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഇവിടെ കറക്റ്റായിട്ട് ഇവർ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവർ. അതേപോലെ കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ, മൃഗങ്ങളുടെയും എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലൊക്കെ പാറകളിലും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ഓർത്ത് വെക്കണം, നമ്മളെ സൈറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമാണ് ഇത് മധ്യപ്രദേശിലെ ബിംബേദ്ക. അപ്പോൾ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളായിരുന്നു ഈ ബിംബേദ്കയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രത്യേകത കേട്ടോ. അതിൻ്റെ ഏറ്റവും ഫേമസ് സവിശേഷത എന്ന് വെച്ചാൽ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ്. അപ്പോൾ ബിംബേദ്ക മധ്യപ്രദേശ് കേട്ടോ, ഓർത്ത് വെക്കണേ. ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് ഏത്? ബിംബേദ്ക സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സൈറ്റുകൾ ആ മാപ്പിൽ തന്നത്, കാരണം ഇന്ത്യയിലുള്ള സൈറ്റുകൾ നമുക്ക് എവിടെയാണ് വരുന്നത് നോക്കണം. ബിംബേദ്ക നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, എവിടെയാണ്? മധ്യപ്രദേശ്, നർമ്മദ താഴ്വര, പിന്നെ ഒരു പ്രാചീന ശിലായുഗ സൈറ്റാണ്. അതേപോലെ നാഗാർജുന കൊണ്ടയും
വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അതേപോലെ കുർണൂൾ ഗുഹകളും വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇനി ഹൻസ്കി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൻസ്കി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലാണ് ഹൻസ്കി സ്ഥിതി ചെയ്യുന്നത്. ഇതൊന്നും മാപ്പിലില്ല. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ മാപ്പിൽ ഈ കർണാടക ഒന്നും കാണാൻ പറ്റില്ല. അത് ഞാൻ എന്ത് ചെയ്താണ് ഇതിൽ അഡീഷണൽ ആയിട്ട് എഴുതി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദിക്കുമ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഹൻസ്കി കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുർണൂൾ ഗുഹകളും അതേപോലെ നാഗാർജുനകൊണ്ടയും ആന്ധ്രാപ്രദേശിലാണ്. ഭീംബേത്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ടാമത്താണ് മധ്യശിലായുഗം അല്ലെങ്കിൽ മീസോലിത്തിക് ഏജ് എന്ന് പറയും. അപ്പോൾ മധ്യശിലായുഗത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകത? അതായത് സൂക്ഷ്മമായിട്ടുള്ളതും മുനയുള്ളതുമായിട്ടുള്ള ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലമാണിത്, ഈ മധ്യശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന ശിലായുഗത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഈ കാലഘട്ടം മധ്യശിലായുഗം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. തത്ഫലമായിട്ട് ഒത്തിരി നമുക്കറിയാം, ഒരു സ്ഥലത്ത് തന്നെ ഒത്തിരി വേട്ടയാടൽ ഒത്തിരി ജനങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ജീവികൾക്ക് വംശനാശം സംഭവിക്കും. അത്തരത്തിൽ മധ്യശിലായുഗത്തിൽ വംശനാശം സംഭവിച്ച ഒരു ജീവിവർഗ്ഗമാണ് ഇത്, മാമത്ത്. ഓട്ടെ, ഇതാണ് മാമത്ത്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് മാമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ കാരണം മൺമറഞ്ഞു പോയ ഒരു ജീവിവർഗ്ഗമാണ് മാമത്ത്. ഇനി മധ്യശിലായുഗത്തെ പറ്റിയിട്ട് കുറേ പോയിന്റുകൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റുകളുണ്ട്. ഒന്ന് ഞാൻ പറയാം. ഒന്ന്, സ്ഥിരവാസം ആരംഭിച്ചു. അത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയത് ഈ മധ്യശിലായുഗത്തിലാണ്. അതേപോലെ ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു. ഇനി വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു. അതേപോലെ നായയെ ഇണക്കി വളർത്തി ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി. മരത്തടികൾ കൂട്ടിയിട്ട് ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പീഡിലായിട്ട് പോകുന്നത് കേട്ടോ. ഇനി മധ്യശിലായുഗത്തിലെ ഇന്ത്യയിലെ സൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒന്നാമത് ബൊഗർ എന്നുള്ളത് എവിടെയാണ്? ബൊഗർ എന്നുള്ളത് രാജസ്ഥാനിലാണ്. അതേപോലെ ആദംഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മധ്യശിലായുഗത്തിൽ 2 മെയിനായിട്ട് ഓർത്തുവെക്കുന്നത്. പ്രാചീന ശിലായുഗത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഭീംബേത്കയാണ് ഏറ്റവും ഫേമസ്. ഇതിലിപ്പോൾ മധ്യശിലായുഗത്തിൽ 2 ഒന്ന് എന്താണ്? ബൊഗറും രാജസ്ഥാനിലെ, അതേപോലെ ആദംഗഡ് മധ്യപ്രദേശിലെ. ഇനി മൂന്നാമത്തെ നവീന ശിലായുഗം. ഇതൊക്കെ ശിലകൾ തന്നെയാണ്, ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ശിലകൾ തന്നെയാണ്. അപ്പോൾ എന്താ നവീന ശിലായുഗം എന്ന് വെച്ചാൽ, മധ്യശിലായുഗത്തെ തുടർന്നിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു? ശിലായുധങ്ങൾ മിനുസപ്പെടുത്തിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടമാണ് ഇതറിയപ്പെടുന്നത് നവീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കൃഷി ആരംഭിച്ചതാണ് ഏകദേശം 8000 വർഷം മുമ്പുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പുരോഗതി. അത് ഓർത്തോക്കണേ. നവീന ശിലായുഗത്തിലാണ് എന്താരംഭിച്ചത്? കൃഷി ആരംഭിച്ചത്. അതെന്ത് ചെയ്ത് മറന്നുപോയത്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഭക്ഷ്യശേഖരത്തിൽ ഇങ്ങനെ കൃഷി ആരംഭിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് ഉണ്ടാവും? അവിടെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് വരും. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ശേഖരിക്കാൻ തുടങ്ങും. അങ്ങനെ ശേഖരിച്ച് കഴിഞ്ഞാൽ പിന്നെ നദീതടങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ട് കൃഷി തുടങ്ങിയ ആളുകൾ അവരെന്ത് ചെയ്യും? അവിടെ ഗ്രാമങ്ങളും നഗരങ്ങളൊക്കെ രൂപീകരിക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ നദീതടം കേന്ദ്രീകരിച്ചിട്ട് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിര താമസം തുടങ്ങുകയും ചെയ്ത കാലമാണ് ഇത്, ഈ ഒരു നവീന ശിലായുഗ കാലം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന, അതായത് ഇങ്ങനെ കൃഷി ചെയ്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ പറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചരിത്രകാരനുണ്ട്. ഗോൾഡൻ ചൈൽഡ് എന്നാണ് മൂപ്പരുടെ പേര്, ഗോർഡൻ ചൈൽഡ് കേട്ടോ. അദ്ദേഹം ഇതിനെ വിളിച്ചത് നവീന ശിലായുഗ വിപ്ലവം എന്നാണ്. അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത് ആരാണെന്നാണ് ചോദിക്കുക. അത് ഗോർഡൻ ചൈൽഡാണ്. മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ഗോർഡൻ ചൈൽഡാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഗോർഡൻ ചൈൽഡിനെ പറ്റി ഒരു പോയിന്റ് കൂടി ഇവിടെ പറയുന്നുള്ളതാണ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ്. അത് രണ്ടും എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തോക്കണം. ഈ ഗോർഡൻ ചൈൽഡിൻ്റെ 2 ബുക്കുകളാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്നുള്ളതും അതേപോലെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതും. ഇനി അടുത്തത് നവീന ശിലായുഗത്തിൽ എന്ത് ചെയ്തു? മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിന് മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. നവീന ശിലായുഗത്തിൽ നമ്മൾ നേരത്തെ കണ്ടില്ല, നായയൊക്കെ വളർത്താൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞത് ഭക്ഷണ ആവശ്യത്തിന് മാത്രമല്ല, നായയല്ലാതെ തന്നെ വേട്ടയാടാനൊക്കെ വളർത്താൻ തുടങ്ങി. അതേപോലെ ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇനം കിഴങ്ങുകൾ, നെല്ല്, വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് പ്രധാന കാർഷിക വിളകൾ എന്ന് പറയുന്നത്. ഗോതമ്പ്, ബാർലി, ചണം, കിഴങ്ങ്, നെല്ല്, വാഴ ഇതൊക്കെയായിരുന്നു ആ സമയത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. ഇനി അടുത്ത നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ഗുഹകളാണ് എടക്കൽ ഗുഹ. കേരളത്തിലെ വയനാട് ജില്ലയിൽ കാണപ്പെടുന്ന എടക്കൽ ഗുഹയാണ് കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമായിരുന്നു ഈ എടക്കൽ ഗുഹ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് LDC ആണെങ്കിൽ LGS ആണെങ്കിൽ എല്ലാ എക്സാം ആണെങ്കിലും നമ്മൾ പഠിച്ചേക്കണം. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രമായിരുന്നു എടക്കൽ ഗുഹ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്. അപ്പോൾ ഏത് ശിലായുഗ കാലഘട്ടത്തിലെ
വിവരങ്ങളാണ് ആളിൽ നിന്ന് ലഭിക്കുന്നതെന്നൊക്കെ ആ രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊന്നും തെറ്റിക്കരുത്. ഇനി സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് അക്കാലത്ത് എന്ത് ഉപയോഗിച്ചിരുന്നു? ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അതും എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തോക്കാം, ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. ഇനി നവീന ശിലായുഗത്തെ പറ്റിയിട്ടുള്ള ക്രോഡീകരിച്ച വിവരങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. മിനുസമുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെന്ത് ചെയ്യുക, അത് നന്നായിട്ട് തന്നെ ഒന്ന് പഠിക്കുക. പിന്നെ ഉള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഇപ്പോൾ കേസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതൊക്കെ നന്നായിട്ട് തന്നെ നോക്കേണ്ടി വരും. ഇനി നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് മറ്റൊരു ഉദാഹരണമാണ് ഏത്? സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ. അപ്പോൾ തടാക ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡിലാണ്. ആ സ്വിറ്റ്സർലാൻഡിലെ തടാക ഗ്രാമങ്ങൾ എന്തിന് എക്സാമ്പിളാണ്? നവീന ശിലായുഗത്തിൻ്റെ ശേഷിപ്പുകൾക്ക് എക്സാമ്പിളാണ് ഈ തടാക ഗ്രാമം. അപ്പോൾ ഇതൊരു ചിത്രകാരൻ്റെ ഭാവനയിലാണ് കേട്ടോ, ഇതുപോലെയാണ് ഉണ്ടായത്. അപ്പോൾ പലസ്തീനിലെ ജെറിക്കോയിൽ നിന്നും നവീന ശിലായുഗത്തിൽ നിർമ്മിച്ച കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ജെറിക്കോ എവിടെ വരുന്നത്? പലസ്തീനിലാണ്. പലസ്തീനിലെ ജെറിക്കോ എന്തിൻ്റെ എക്സാമ്പിളാണ്? നവീന ശിലായുഗത്തിലെ ശേഷിപ്പുകൾക്ക് എക്സാമ്പിളാണ്. ഇനി അടുത്താണ് ജാർമോ നവീന ശിലായുഗത്തിൽ മനുഷ്യത്തെക്കുറിച്ച് തെളിവ് ലഭിച്ച ഒരു ഇമ്പോർട്ടൻ്റ് സൈറ്റാണ് വടക്കൻ ഇറാഖിലെ ജാർമോ എന്നുള്ള സൈറ്റ്. ഓക്കെ, ഇറാഖിലെ ജാർമോ എന്നുള്ള സൈറ്റും കൂടി എന്ത് ചെയ്യണം, ഓർത്തോക്കണം. നവീന ശിലായുഗമായിട്ട് ബന്ധപ്പെട്ടത് ഓർത്തോക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി ജലഗതാഗതമാണ് വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് സഹായകമായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നവീന ശിലായുഗം ആകുമ്പോഴേക്കും എന്ത് ചെയ്തു, ജനസംഖ്യയൊക്കെ വർദ്ധിച്ചു, കൃഷിയൊക്കെ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ജനസംഖ്യ കൂടി വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വേറെ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പോകേണ്ടി വരും. അപ്പോൾ ഏറ്റവും അധികം ഗതാഗത മാർഗം അവർക്ക് ഉപയോഗപ്പെടുത്തിയത് ഏതായിരുന്നു? ഈ ജലഗതാഗതമായിരുന്നു. അതൊക്കെ ചങ്ങാടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ കൂടിയൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് പോകാനുള്ള ഒരു സംവിധാനം അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക്. ഇനി ഈ മാപ്പിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ സൈറ്റുകൾ തന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് മെഹർഗഡ് ആണ് കേട്ടോ. എല്ലാം ഒന്ന് പഠിക്കേണ്ട, ഈ മെഹർഗഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കോൽദിവ, ചിരാന്ത്, ഇത് മൂന്ന് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ്. കോൽദിവ, ചിരാന്ത്, മെഹർഗഡ്. ഇനി അലങ്കരിച്ച മൺപാത്രങ്ങളും ശിലായുധങ്ങളും കണ്ടെത്തിയ കാശ്മീരിലെ ഒരു സ്ഥലമാണിത്, ബുർസാഹോം കേട്ടോ. ബുർസാഹോം ഏത് തന്നെയാണ്? നവീന ശിലായുഗ സെൻറ്റർ തന്നെയാണ്, നവീന ശിലായുഗത്തിൻ്റെ കേന്ദ്രം തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നവീന ശിലായുഗം, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗത്തിലെ ഈ സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള എന്ത് ചെയ്യണം, വൃത്തിക്ക് പഠിക്കണം. ഇന്ത്യയിലെ സൈറ്റുകൾ എവിടെയൊക്കെയാണ് വരുന്നത്. ഇനി അടുത്തതാണ് താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ്. ഇതൊക്കെ ബേസിക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5ാം ക്ലാസ്സിലെ SCRTയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ശിലായുഗത്തിൽ നിന്ന് ഈ ലോഹത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഈ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്. എന്താ ഈ താമ്രം എന്ന് വെച്ചാൽ? ചെമ്പാണ് കേട്ടോ, താമ്രം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? ചെമ്പും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് താമ്രം പ്ലസ് ശില, അതുകൊണ്ടാണ് താമ്ര ശിലായുഗം എന്നുള്ള എന്ത് ചെയ്യുന്നത് പേര് വന്നത്. ഇനി നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ നൽകിയിട്ടുള്ള പ്രധാന കേന്ദ്രമാണ് തുർക്കിയിലെ ചാദൽ ഹൊയ്ക്ക് കേട്ടോ. ചാദൽ ഹൊയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചാദൽ ഹൊയ്ക്ക് താമ്രശിലായുഗത്തിലെ മെയിനായിട്ടുള്ള തെളിവുകൾ നൽകിയ ഒരു തുർക്കിയിലെ സൈറ്റാണ് ഇത്, ചാദൽ ഹൊയ്ക്ക് എന്ന് പറയുന്നത്. ഇനി ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു ഇവിടെ കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. അതേപോലെ ഗോതമ്പ്, ബാർലി എന്നിവയുടെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ പോയിന്റ് ഓർത്തുക. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ താമ്രശിലാ കേന്ദ്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. മെഹർഗഡോ, ചിരാന്തൊക്കെ ഇതിലും ഉണ്ട് കേട്ടോ. അതിലൊക്കെ നമ്മൾ നവീന ശിലായുഗത്തിൽ പഠിച്ച ഇതൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ദൈമാബാദ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലാ കേന്ദ്രമായ ബലൂചിസ്ഥാനിലെ മെഹർഗഡ്. ഓക്കെ, മെഹർഗഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ബലൂചിസ്ഥാൻ എന്നുള്ള പ്രൊവിൻസിൽ വരുന്നതായിരുന്നു മെഹർഗഡ്. അതേപോലെ ഗോതമ്പ്, ബാർലി എന്നിവയായിരുന്നു അവിടെ കൃഷി ചെയ്യുന്നത്. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം, അതായത് ചക്രം നമുക്കറിയാം, ചക്രം ഉണ്ടാക്കുന്ന ചക്രം ഉപയോഗിച്ചിരുന്നതെന്നും ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്തുകൊണ്ടോ. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞില്ല, ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകളാണ് ഈ ഒരു ലാസ്റ്റിലത്തെ ശിലായുഗം എന്നുള്ളതിൽ തന്നിരിക്കുന്നത്. പ്രാചീനം, മധ്യം, നവീനം, താമ്രം. അതേപോലെ പരുക്കൻ ശിലായുധങ്ങൾ, സൂക്ഷ്മ ശിലായുധങ്ങൾ, മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ, ശിലകളും ചെമ്പും. അതേപോലെ അതിൻ്റെ സൈറ്റുകൾ ബിംബേട്ക, അൾട്ടാമിറ, ഷോവെ, ലാസ്കോ. അതേപോലെ ബൊഗർ, ആദംഗഡ്, എടക്കൽ, ജെറീക്കോ, മെഹർഗഡ്, ചാദൽ, ഹൊയ്ക്ക്. അപ്പോൾ ഇതായിരിക്കും എന്ത് ചെയ്യുക, ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് സിലബസിൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോവാം.
കാരണം ഓവറായിട്ട് നമ്മൾ ഉള്ളിലേക്കൊന്നും പോകണ്ട. എൽ ഡി സിക്കൊന്നും എന്തില്ല, എൽ ഡി സി എൽ ജി എസ് പോലുള്ള സിലബസിലൊന്നും ഇതിലില്ല. അതുകൊണ്ട് അതൊന്നും അധികം ഉള്ളിലേക്ക് ഇതൊന്നും പോകണ്ട. നമുക്ക് അടുത്ത വരുന്നത് ശരിക്കും അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, നദീതട സംസ്കാരങ്ങളാണ്. പ്രത്യേകിച്ച് ഹരപ്പ മോഹൻജദാരോ ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇതൊരു അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കാം. എന്തായാലും SCERT ഫുള്ളായിട്ട് നമ്മൾ തീർക്കും. അതുകൊണ്ടാണ് എല്ലാ ചാപ്റ്ററും എടുത്തിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ.